പശ്ചിമാഫ്രിക്കയിലെ സിയറ ലിയോണിൽ ഒരു UN ജീവനക്കാരൻ കൂടി മരിച്ചതോടെ എബോള ബാധിച്ച് മരിച്ച ഐക്യരാഷ്ട്രസഭാ ജീവനക്കാരുടെ എണ്ണം 3ആയി. UN വനിതാ ഏജൻസിയുടെ ഡ്രൈവറാണ് ഇന്നലെ മരിച്ചത്. ലൈബീരിയയിലെ 2 ജീവനക്കാർ കഴിഞ്ഞ മാസം മരിച്ചിരുന്നു. അതേസമയം ലോകാരോഗ്യ സംഘടന എബോളയുടെ സ്ഥിതിഗതികൾ വിലയിരുത്താനും ആവശ്യമായ കൂടുതൽ നടപടികൾ ചർച്ച ചെയ്യാനും ഇന്ന് അടിയന്തര യോഗം ചേരും. Donc c'est la troisième fois depuis août que ce comité d'urgence va se réunir, en fait, pour évaluer la situation. Depuis septembre, beaucoup de choses se sont passées. അതിനിടെ എബോളക്കെതിരെയുള്ള പ്രതിരോധ വാക്സിനുകൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അടുത്ത ജനുവരി മുതൽ വാക്സിനുകൾ പശ്ചിമാഫ്രിക്കയിൽ പരീക്ഷിച്ചു തുടങ്ങാനാണ് ശ്രമിക്കുന്നതെന്ന് UN അറിയിച്ചു. GSK അടക്കമുള്ള ബഹുരാഷ്ട്ര മരുന്നു കമ്പനികൾ ഇതിന്റെ വഴിയിലാണ്. These trials will all start in the coming 2 weeks, I would say. And we expect both for the chimp adenovirus as well as from the VSV vaccine to have initial results. Of course, these trials will continue for 6 months to a year, but to have initial results about safety. റഷ്യയും സ്വന്തം നിലയിൽ വാക്സിനുകൾ നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാർച്ചിൽ തുടങ്ങിയ എബോള ബാധയിൽ 7 മാസം പിന്നിടുമ്പോൾ 4500-ലേറെ പേർ മരിച്ചതായാണ് കണക്ക്. ഗിനിയ, ലൈബീരിയ, സിയറ ലിയോൺ, സെനഗൽ, നൈജീരിയ, സ്പെയിൻ, US തുടങ്ങിയ രാജ്യങ്ങളിലാണ് നിലവിൽ എബോള ബാധിച്ചത്. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.